എന്നെ കാണാമല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഫയൽ കൊണ്ടുവന്നത് ഡയസിസിൽ നിന്ന് അയച്ചു തന്ന പേപ്പർ മറന്നു പോകാതിരിക്കാനാണ്. ഒരു ചെറിയ കാര്യം ആദ്യമേ ഒന്ന് പറഞ്ഞോട്ടെ. ഇന്ന് നമുക്കറിയാമല്ലോ, ഡയസിഷൻ പുൾപിറ്റ് എക്സ്ചേഞ്ച്. I still remember a pulpit exchange day in early 80s. അന്ന് ഒരു കൊച്ചു വീട്ടിൽ, പകുതി പണി തീർന്ന ഒരു വീട്ടിൽ, ഞങ്ങൾ അപ്പനും അമ്മയും മക്കളും 4 മക്കളും കൂടെ താമസിക്കുമ്പോൾ ഒന്നാഗ്രഹിച്ചിട്ടുണ്ട്, ഏതെങ്കിലും അച്ഛന്മാരൊന്നും വന്നിരുന്നെങ്കിൽ. അങ്ങനെ അന്ന് വളരെ റെയറാണ്, കാരണം 4-5 പള്ളികൾക്കാണ് ഒരച്ഛൻ. അങ്ങനെ എനിക്ക് വൈകിട്ട് സന്ധ്യയായി ഒരു മണ്ണെണ്ണ വിളക്കിൻ്റെ മുമ്പിൽ മക്കളെല്ലാവരും കൂടി ഇരുന്ന് പാട്ടുപാടി പ്രാർത്ഥിക്കുമ്പോൾ പള്ളിയിലെ കപ്പിയാരപ്പച്ചനും, അന്ന് ഞങ്ങൾ അദ്ദേഹത്തെ ഉപദേശി എന്നാണ് വിളിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കൂടെ ആരോ ഒരാൾ വരുന്നതായിട്ട് തോന്നി. നോക്കിയപ്പം ഒരച്ഛനാണ് വന്നു. പരിമിതമായ സാഹചര്യത്തിൽ അവിടെ ഇരുന്നു. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അന്ന് ഇടവകയിൽ പുൽപിറ്റ് ചേഞ്ചിന് വന്ന അച്ഛനാണ്. ഞങ്ങൾ പിന്നെ അല്പനേരം കുടുംബ പ്രാർത്ഥന നടത്തി, പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചു. എനിക്ക് തോന്നുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, സക്കറിയാസ് തിരുമേനി അടൂർ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ ചുമതലയിൽ ഏറ്റപ്പോൾ വർഷത്തിലൊരിക്കൽ പുൽപിറ്റ് ചേഞ്ച് നടത്തണമെന്നും അച്ഛന്മാരങ്ങോട്ടും ഇങ്ങോട്ടും മറ്റു പള്ളികളിൽ സന്ദർശിക്കണമെന്നും ജനങ്ങളെ ഡയസിസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയണം എന്നുമൊക്കെ തീരുമാനിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാളിതുവരെയും നമ്മുടെ സഭയുടെ എല്ലാ ഭദ്രാസനങ്ങളിലും ഡയസിഷൻ സൺഡേ പുൽപിറ്റ് ചേഞ്ച് അതൊരു പ്രത്യേകമായിട്ട് വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. I'll take a few minutes to explain. We are all well aware of it in this digital world, what is happening in our diocese. Early 60s, then 70s, then an exodus in 80s, then 90s, then Y2K era. Lots of our people have come to US. Small prayer fellowships, house churches, basement prayer fellowship. Now, after 50 years or 60 years, they have turned to many churches. ഇന്നും ആദ്യത്തെ പ്രാർത്ഥനയിൽ സംബന്ധിച്ച പലരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. When they explain the hardships that they went through, the grace that they have received, it's amazing. Even the generation of, even my generation cannot comprehend what they are talking. We could receive with eyes filled with tears the hardships the former generation has gone through to build up this church. And each church, each parish has its own legacy to narrate. Detroit Marthoma Church is also not an exception. നമ്മുടെ ഡയസസ് അന്ന് മെത്രാച്ചന്മാർ വല്ലപ്പോഴും വരും, 2 months 3 months ഇവിടെ താമസിക്കും. സഭയുടെ ആദ്യകാല മോട്ടോ എന്ന് പറയുന്നത്, യു ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ലോക്കൽ ചർച്ചസ് ബിക്കോസ് വി ഡു നോട്ട് നോ വെദർ ദിസ് ചർച്ച് വിൽ ഗ്രോ. Later, if I am right, Thomas Mar Athanasius, Suffragan Metropolitan, took initiative to visit all the areas in Canada and North America to initiate and encourage our people to have parishes and encourage them. And later, Chrysostom Tirumeni, and later bishops, and Zacharias Tirumeni was the first bishop. We have a resident bishop like that. Then
till now we have seen a lots of developments spiritually, physically and materially. And first generation, second generation, third generation and fourth generation, Marthomite. And we have that spirit. ഇപ്പോൾ നമ്മുടെ ഡയസിസിനെ നോക്കുമ്പോൾ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ തിരുമേനി ലീഡർഷിപ്പ് ചെയ്യുന്നു. അറൗണ്ട് ഓൾമോസ്റ്റ് 70 അച്ഛന്മാർ, ആക്റ്റീവ് ആൻഡ് റിട്ടയർഡ്, ആൻഡ് യൂത്ത് ചാപ്ലൈൻസി ആൻഡ് അതർ തിയോളജിക്കൽ ട്രെയിനിങ് നമ്മുടെ ചർച്ച് ചെയ്യുന്നുണ്ട്. 1-2-3 പ്രോജക്ട്സ് ഉള്ളത് നമുക്കെല്ലാവർക്കും ഫെമിലിയറാണ്. ലൈറ്റ് ടു ലൈഫ്, അത് നമ്മുടെ ഒരു എ കൈൻഡ് ഓഫ്, നമ്മൾ പണ്ട് പറയത്തില്ലേ നുള്ളരി പിടിയരി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ വേർഷനാണെന്നാണ് എൻ്റെ ഒരു ചിന്ത. നുള്ളരി പിടിയരി ആരെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. പട്ടിണി കിടന്നാലും അരി ഇടാൻ പോകുമ്പോൾ ഒരു നുള്ള് ഒരു പിടി അത് തൊടത്തില്ല എന്ന് പറയുന്നതാണ്. $20 പെർ മന്ത്, ഒരു നുള്ളരി ഒരു പിടിയരി, ഒരു നുള്ളായിരിക്കും. $20 നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇന്നൊരു നുള്ളാണ്. $20 മാറ്റി വയ്ക്കുമ്പോൾ $240 ഒരു വർഷം മാറ്റി വയ്ക്കുമ്പോൾ ഒരു കുട്ടി ഇന്ത്യയിൽ എവിടെയോ പഠിക്കും. അത് ലെസ് പ്രിവിലേജ്ഡാണ്, നമ്മുടെ അത്രയും പണമില്ലാത്തവരാണ്. ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു. നമ്മളെല്ലാം വളരെയധികം ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഏതാണ്ട് 1.4 മില്യൺ ഒരു എൻഡോമെൻ്റ് ലൈറ്റ് ടു ലൈഫിന് വേണ്ടി മാർക്ക് ചെയ്തു. When Compassion International was active, when the foreign donations were freely done, all these mission work were done very effectively. ഇന്ന് നമുക്ക് ഫേവറബിൾ ടൈം അല്ല, ഇന്ത്യയിൽ ഗവൺമെൻറ് ഈസ് നോട്ട് ഫേവറബിൾ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ നമുക്കൊരു ചൈൽഡ് ഓഫ് ഗാഡിന് ഒരു വലിയ കൺവിക്ഷനുണ്ട്. When all the doors are shut before us, we believe that there is an open door. പിന്നെ നമ്മുടെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കുക, എങ്ങനെയാണ്. When all the doors are shut, when we see that this is the dead end, അപ്പം ഒരു ഫീബിൾ വോയിസ് നമ്മുടെ ഉള്ളിൽ പറയും, നോ നോ ഡോണ്ട് ഗിവ് അപ്പ്, there is a way out, you just search for it, you search for it. അതാണ് ലൈറ്റ് ടു ലൈഫ്. മെക്സിക്കോ മിഷൻ, നൈബർഹുഡ് മിഷൻ, youth chaplaincy, the mission work carried through Atlanta Center, Carmel Center, many things. Our youth fellowship and youth work, ഞാൻ മിഷൻഡോ കോൺഫറൻസിൽ ഒരിക്കൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഫുൾ. I was really moved by the worship team. അവരിവിടെ ഇപ്പോൾ ഇരിപ്പുണ്ട്, ഈ പള്ളിക്കകത്ത് ഇരിപ്പുണ്ട്. ഞാൻ തിരിച്ചു എന്ന് പറഞ്ഞു, I was really moved by certain hymns. I praise God for the younger generation. Of course, ഈ പള്ളിയുടെ വർഷിപ്പ് ടീമിൻ്റെ ഭാഗമായിരുന്ന പലരും ഷിക്കാഗോ പള്ളിയിലുണ്ട്. I thank God for the blessed experience and the service that we are receiving through. ഇതൊരു നെറ്റ്വർക്കാണ്, നമ്മൾ ഒറ്റയ്ക്കല്ല, ഇതൊരു നെറ്റ്വർക്കാണ്. ഇറ്റ്സ് എ കളക്റ്റീവ് വിസ്ഡം, ഇറ്റ്സ് എ ജോയിൻ്റ് എഫേർട്ട്. ഞങ്ങളെക്കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പണ്ട് പറഞ്ഞു തന്നിട്ടുള്ളൊരു പ്രോവർബ്, അതൊരു പുരാണത്തിൽ നിന്ന് എടുത്താണെങ്കിലും അത് നല്ലതാണ്. അണ്ണാങ്കുഞ്ഞും തന്നാലായത്, എല്ലാം കൂടെ കൂട്ടി വയ്ക്കുമ്പോൾ പലതുള്ളി പെരുവെള്ളം. സോ ലൈറ്റ് ടു ലൈഫ്, $20 per month is a പിടിയരി or നുള്ളരി for US situation. സോ ഞാനിനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ലോട്ട്സ് ഓഫ് മിഷൻ വർക്ക്. സോ വി നീഡ് ഫണ്ട്സ്, വി നീഡ് പീപ്പിൾ, വി നീഡ് അവർ പ്രസൻസ്, വി നീഡ് പ്രയേഴ്സ്. നമുക്കിടവയ്ക്ക് ഒരു കൊച്ചു വിഹിതം ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടേതായൊരു റുട്ടീൻ കോൺട്രിബ്യൂഷനിൽ അത് ഫില്ലപ്പ് ആകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇന്നത്തെ ദിവസം അച്ഛന്മാർ വിവിധ പള്ളികളിൽ പോയി they explain the mission work of our diocese. So first, pray for the diocese. Second, make sure your presence whenever it is possible. 3, contribute. When it comes to the contribution, പലപ്പോഴും before we contribute, just look upon how we have received.
ഒരു കാതലിക് അച്ഛൻ ഒരു ധ്യാനം എഴുതി. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: സ്വർഗത്തിൽ ചെന്നാൽ. പിന്നെ പറയുന്നത്, സ്വർഗത്തിൽ ചെന്നാൽ നമ്മളെല്ലാവരും സ്വർഗം കണ്ട് സന്തോഷിക്കുന്നതിന് മുമ്പരിയായി ചുറ്റുപാടും ഒന്ന് നോക്കിയിട്ട് ആദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുണ്ട്. നമുക്ക് പരിചയമുള്ള നമ്മുടെ പള്ളിയിലെ ഒരാളെ അവിടെ വെച്ച് കണ്ടാൽ ആദ്യം ചോദിക്കും, നീ എങ്ങനെ ഇവിടെ വന്ന്? ഒരു ഗതിക്ക് പരഗതി ഇല്ലാത്ത ഞാൻ എങ്ങനെ അവിടെ എത്തി എന്ന് ധ്യാനിക്കുന്നതിന് പകരം നീ എങ്ങനെ ഇവിടെ വന്ന്? അച്ഛൻ പറയാ, പ്ലേറ്റ് അങ്ങ് തിരിച്ചു വെക്കാം. ഒന്ന് ആലോചിച്ച്, ഞാൻ എങ്ങനെ ഇവിടെ? കർത്താവേ, ആയിട്ടപ്പുഴ സ്വർഗത്തിൻ്റെ പടിവാതിൽ പോലും നിൽക്കാൻ യോഗ്യതയില്ലാത്ത ഞാൻ കൃപയാൽ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, കൃപയാലല്ലോ നീ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിനും നിൻ്റെ മിടുക്കൊന്നുമല്ല, ദൈവത്തിൻ്റെ ദാനം. വാട്ട് എവർ ഐ ഹാവ് ഇസ് ഗിഫ്റ്റ് ലോർഡ്. സോ അതുകൊണ്ട് ഈ സ്തോത്രകാഴ്ച അർപ്പിക്കുന്നത് നമ്മളെ കർത്തൃമേശയ്ക്ക് മുമ്പായിട്ടുള്ള നമ്മുടെ അർപ്പണമാണ്. ആംഗ്ലിക്കൻ ട്രഡീഷനിൽ അങ്ങനെയാണ്. ഈ സ്തോത്രകാഴ്ചയുടെ സ്തോത്രകാഴ്ച കൊണ്ടുവരുമ്പോഴാണ് ചില ആംഗ്ലിക്കൻ ട്രഡീഷനിൽ പടിഞ്ഞാറുന്ന അപ്പവും വീഞ്ഞും ബ്ലസ് ചെയ്യാനായിട്ട് ഇടവകയിലെ മൂപ്പന്മാർ പട്ടക്കാരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നത്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ഡെഡിക്കേഷൻ. എന്താണ് സെറ്റപ്പാർട്ട് ചെയ്യുന്നത്? ടൈം. നമ്മളാരും ആലോചിക്കാത്തത് ടൈം പ്രയർഫുള്ളി, വെൽത്ത് പ്രയർഫുള്ളി നമ്മൾ സെറ്റപ്പാർട്ട് ചെയ്യാം ആൻഡ് സബ്മിറ്റ് ടു ദ ലോർഡ്. ഞാൻ ഈ പ്രസ്താവന നിർത്തുക. ഡയസിസിന് വേണ്ടി പ്രാർത്ഥിക്കണം, പറ്റുന്നിടത്തോളം നമ്മുടെ പ്രസൻസ്. ഏതൊക്കെ സബ് ഓർഗനൈസേഷൻ ഉണ്ടോ അതിലൊക്കെ നമുക്കൊരു മെൻറ്ററിങ് ആവശ്യമുണ്ട്, പാർട്ടിസിപ്പേഷൻ ആവശ്യമുണ്ട്, ആൻഡ് എ ഗിവിങ്. ഇന്ന് നമ്മൾ നൽകുന്നത് മാത്രമല്ല, വി ബിക്കം മോഡൽ ടു അവർ ജനറേഷൻ. പണ്ടൊരു വല്യമ്മച്ചി മക്കളെ ഗൾഫിലാണ്, കൊച്ചുമോളെ അമ്മച്ചിയുടെ അതിൽ ഏൽപ്പിച്ചിട്ട് അവരങ്ങ് ഗൾഫിൽ പോയി. പള്ളി വന്നപ്പോൾ പഴയ കഥയാണ്, പഴയ കണക്കുമാണ്. അമ്മച്ചി 2 രൂപ സ്തോത്രകാഴ്ച ഇടും. എന്നിട്ട് കൊച്ചുമോടെ കയ്യിൽ 20 നോട്ട് എടുത്ത് കൊടുത്തു. കണ്ട ആരാണ്ട് പറഞ്ഞു, ഈ കൊച്ചിനെന്തിനാ 20 കൊടുക്കുന്നത്? അമ്മച്ചി 20 എടുത്തിട്ട് കൊച്ചിൻ്റെ 2 രൂപ കൊടുത്താൽ പോരെ, കൊച്ചിന് വല്ലതും അറിയാവോ, അത് ഇടുമല്ലോ. അപ്പോൾ ആ വല്യമ്മച്ചി ഇങ്ങനെ പറഞ്ഞ ആളോട് പറഞ്ഞു, എൻ്റെ അപ്പന്, പഴയ ലാംഗ്വേജാണ്, എൻ്റെ അപ്പന് പോക്കില്ലായിരുന്നു, എനിക്ക് 2-നുള്ള വകയേ ഉള്ളൂ. പക്ഷെ ഇവളുടെ അപ്പനും അമ്മയുണ്ടല്ലോ, ദൈവം അനുഗ്രഹിച്ചു, അവൾ അതിൽ നിന്ന് കുറയാൻ പാടില്ല. ലെറ്റ് ഹർ ലേൺ. ഞാൻ പ്രസ്താവന അവസാനിപ്പിക്കുക. നമുക്കെല്ലാം മനസ്സിലായി. ദൈവം നമുക്ക് നൽകിയതിനോളം ദൈവം തമ്പുരാന് കൊടുത്താലും ദൈവത്തിൻ്റെ ത്രാസ് താന്നിരിക്കും. പിന്നെ തമ്പുരാൻ നോക്കുമ്പോൾ നമ്മുടെ ഒരു നന്ദിയും നമ്മുടെ ഒരു സ്നേഹവും നമ്മുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോൾ ദൈവം നമ്മൾ പ്രസാദിക്കും. നമുക്ക് തിരുവചന ശുശ്രൂഷയ്ക്കായിട്ടൊരുങ്ങാം. ഇന്ന് വലിയ നോയമ്പ് തുടങ്ങുക. ഇനിയുള്ള 50 ഡേയ്സിൻ്റെ ലെക്ഷണറി ഓൾമോസ്റ്റ് ഓൾ ദി എപ്പിസ്കോപ്പൽ ചേർച്ചസ് സെയിം. ഇന്ന് എല്ലായിടത്തെയും ഗോസ്പൽ റീഡിങ്, വെദർ ഇറ്റ് ഈസ് കാതലിക് ഓർ ഓർത്തഡോക്സ് ഓർ ആംഗ്ലിക്കൻ ഓർ CSI ഓർ CNI ഓർ മാർത്തോമ, സെയിം. കാനാവിലെ കല്യാണം. ഞാൻ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 10. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയാറെ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. തങ്കച്ചിറാകാടി എത്ര നാൾ കേട്ടിട്ട് ശങ്ക കൂടാതെ നിന്നെ തള്ളി സംഗീതം ഞാൻ കൊടു ധന്യർക്കെന്നോർത്തിത സങ്കടപ്പെട്ടിടുന്ന
തള്ളി സങ്കേതം ഞാൻ കൊടു തന്യർക്കെന്നോർത്തിതാ സങ്കടപ്പെട്ടിടുന്നു. എന്നുള്ളിലെന്നോ വാസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വിട്ടിറങ്ങി വന്ന പ്രാവേ നീ വന്നൽ എന്നും ആധി വസിക്ക വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നൽ. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, ഒരിക്കലും വറ്റിപ്പോകാത്ത അവിടുത്തെ ആത്മീയ ഉറവയിൽ നിന്ന് ആവോളം കോരിക്കുടിപ്പാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വമേധാ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ അടിയൻ്റെ മേൽ വാഴരുതേ, എന്നാൽ ഞങ്ങൾ നിഷ്കളങ്കരും മഹാപാതകരഹിതരുമായിരിക്കും. അടിയൻ്റെ പാറയും വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കാൻ യേശു മശിഹാ മൂലം സഹായിക്കണമേ. ആമേൻ. കാനാവിലെ കല്യാണം നമുക്കെല്ലാവർക്കും അറിയാം. കാനാവിൽ ഇതിനകം തന്നെ നമ്മൾ കാന എന്ന സ്ഥലത്ത് പോയി നമ്മളിത് ഈ സ്റ്റോറി മൊത്തം മനസ്സിലാക്കി. അച്ഛൻ പ്രസംഗിച്ചാലും ഇല്ലേലും വെള്ളം വീഞ്ഞാവും. ആ ഒരു പ്രിജുഡീഷൻ ഉണ്ട്, കാരണം വി നോ ദ സ്റ്റോറി. എന്നാൽ ഈ കാനാവിലെ കല്യാണം എന്ന ആ ഒരു ബിബ്ലിക്കൽ പോർഷനിൽ ജോൺ ദ ഇവാഞ്ചലിസ്റ്റ്, യോഹന്നാൻ ശ്ലീഹ നമ്മോട് പറയാതെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് മാത്രം ധ്യാനിക്കാനാണ് ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ അടയാളങ്ങളുടെ പബ്ലിക് മിനിസ്ട്രിയുടെ ബിഗിനിങ് ആണിത്. ഇതിനകത്ത് ചില ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഞാൻ പ്രസംഗം പ്രിപ്പയർ ചെയ്യുമ്പോഴും പ്രസംഗിക്കുമ്പോഴും. വേർഡ് ഓഫ് ഗാഡ് എന്ന് പറയുന്നത് ഡബിൾ എഡ്ജ്ഡ് സോഡാണ്. ഏബിൾ ടു പിയേഴ്സ് ഇൻ ടു ദി ഫ്ലഷ് ആൻഡ് ദ മാരോ, ഏബിൾ ടു ട്രാൻസ്ഫോം മീ ആൻഡ് ഓൾസോ ദി ലിസണേഴ്സ് ആൻഡ് ദോസ് ഹു സീക്ക് ദി പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇറ്റ് ഡെഫിനറ്റ്ലി ടച്ചസ്, it definitely pierces the flesh and the marrow and give a new direction. This is the power of the word of God. ഒരു കല്യാണം വേദോസം പറയുന്നില്ല ആരുടെ കല്യാണമാണ്. എന്നാൽ ചില എക്സ്ട്രാ ബിബ്ലിക്കൽ മെറ്റീരിയൽ വായിക്കുമ്പോൾ അത് പറയുന്നുണ്ട് ഇത് യോഹന്നാൻ്റെ കല്യാണമാണെന്ന്. വേദോസത്തിലില്ല. യോഹന്നാൻ്റെ കല്യാണം ആകാമെന്ന് ബാർക്ലേ അഭിപ്രായപ്പെടുന്നുണ്ട്, ചിലർ അഫേം ചെയ്യുന്നുണ്ട്. യേശുവിനെയും ശിഷ്യന്മാരെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. യേശു അവിടെ വന്നു, യേശുവിൻ്റെ അമ്മ അവിടെയുണ്ട്. ജൂയിഷ് വെഡിങ് ട്രഡീഷൻ, എ വീക്ക് ലോങ് സെലിബ്രേഷൻ, ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ്. നാട്ടിലൊക്കെ ഇപ്പോൾ കല്യാണത്തിന് ഒരാഴ്ച സെലിബ്രേഷന് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കാൻ വരുമ്പോഴേ അവർ ഇറങ്ങി ഓടും. എങ്ങനെങ്കിലും ഒന്ന് വന്ന് പോകുന്ന രീതി. ഇവിടെ പിന്നെയും ഇടയ്ക്കിടയ്ക്ക് വേറെ ഏതൊക്കെ പല ട്രഡീഷൻ, നോർത്ത് ഇന്ത്യൻ ട്രഡീഷനിൽ നിന്ന്, ആംഗ്ലിക്കൻ ട്രഡീഷനിൽ നിന്ന്, ഇംഗ്ലീഷ് ട്രഡീഷനിൽ നിന്നൊക്കെ നമ്മൾ ഇംബൈബ് ചെയ്ത ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ സെലിബ്രേഷനാണ്. അവിടെ ഒരു ക്രൈസിസ് ഉണ്ട്. ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഹോസ്പിറ്റാലിറ്റിക്ക് ഭംഗം വരുന്ന ഒരു ക്രൈസിസ്. അതാണ് അവർക്കുള്ള ഹോസ്പിറ്റാലിറ്റി, അവരുടെ ആ ഒരു ഫെയിം തകരാൻ പോവുക. സെർവ് ചെയ്യുന്ന ഒരു കാര്യം കുറയുന്നു. ഇല്ല, പ്രിയമുള്ളവരെ, അത് നമ്മോട് തന്നെ ഒരു ഐ ഓപ്പണറാണ്. The first question is, what is my response
to my fellow believers' life's shortcomings. നമ്മൾ സന്തോഷിക്കുന്ന എപ്പോഴാണ്? എൻ്റെ അടുത്തിരിക്കുന്ന ആളിന് എന്തെങ്കിലും കുറവ് വരുമ്പോഴാണ്. നമ്മൾ പെട്ടെന്ന് ചിരിക്കുന്ന എപ്പോഴാണെന്നറിയാവോ? അടുത്തിരിക്കുന്ന ആൾ കാല് തെറ്റിയൊന്ന് വീണാൽ നമ്മൾ പെട്ടെന്ന് ചിരിക്കും. ഒരു നല്ല ഉദാഹരണം ഈ നാളുകളിൽ കേട്ടു. ഇവിടെ കറണ്ട് പോകാറില്ല, പവർ സപ്ലൈ പോകാറില്ല, നാട്ടിലിടയ്ക്കിടയ്ക്ക് പോകും. ഒരിക്കലും ഒരു വീട്ടിൽ സന്ധ്യയായപ്പോൾ എല്ലാവരും ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് പവർ പോയി. ആദ്യം തോന്നുന്നത് ദേഷ്യം. ജനലേ കൂടെ അയലത്തെ വീട്ടിൽ നോക്കിയപ്പോൾ അവിടെയും കറണ്ട്, കുഴപ്പമില്ല. ഇങ്ങനെയാണ് നമ്മൾ സന്തോഷിക്കുന്നത്. മറ്റൊരാളുടെ ഷോർട്ട് കമ്മിങ്സിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സാഡിസ്റ്റ് മനോഭാവം അറിഞ്ഞോ അറിയാതെയോ എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഇവിടെ ഒരു ക്രൈസിസാണ്. ഇപ്പം നമ്മളെല്ലാവരും ഒരു തരത്തിലുള്ള മറ്റൊരു ക്രൈസിസ് കൂടെ പോവുക. ഓപ്പണായിട്ട് പറയുക, നാളെ ജോലി ഉണ്ടാവുമോ ഇല്ലയോ? ഒരു വല്ലാത്ത സിറ്റുവേഷനാണ് അല്ലേ? ഒരു ക്രൈസിസാണ്. വാട്ട് ഈസ് അവർ റെസ്പോൺസ്? വി നീഡ് ടു ലേൺ ഫ്രം വെഡിങ് അറ്റ് കാന ഇൻസിഡൻറ്റ്. ഇവിടെ യേശുവിൻ്റെ അമ്മയുണ്ട്. അമ്മ അവിടുത്തെ ഒരു ഷോർട്ട് കമ്മിങ് മനസ്സിലാക്കുന്നു. എന്നിട്ട് അതിനകത്ത് പോസിറ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നു. പോസിറ്റീവായിട്ട് രണ്ട് രീതിയിൽ നമുക്ക് ഇൻവോൾവ് ചെയ്യാം. വി ക്യാൻ ഇൻവോൾവ് പോസിറ്റീവ്ലി ആൻഡ് വി ക്യാൻ ഇൻവോൾവ് ഡിസ്ട്രക്റ്റീവ്ലി. സോറി ടു യൂസ് ദാറ്റ് വേർഡ്. നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ കരുപ്പിടിപ്പിച്ച് ഇൻവോൾവ് ചെയ്യാം, കുത്തി നോവിച്ചും ഇൻവോൾവ് ചെയ്യാം. ആണോ? സ്നേഹം എന്നതിന് സുകുമാർ അഴീക്കോട്, യങ്ങർ ജനറേഷൻ, ഹി വാസ് എ റൈറ്റർ ഇൻ കേരള ഓഫ് ദി പ്രീവിയസ് ടൈം. സുകുമാർ അഴീക്കോട് എന്താണ് സ്നേഹം എന്നതിനെ അദ്ദേഹം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞു: ചോദിക്കുന്നതിന് മുമ്പേ അറിഞ്ഞ് കവിഞ്ഞൊഴുകി നൽകുന്നതാ സ്നേഹം. ഒരു താങ്ങ്, ഒരു നോട്ടം, ഒരു വാക്ക്, ഇത് മതിയെന്ന്. ഞാൻ ആവർത്തിക്കാം. ചോദിക്കുന്നതിന് മുമ്പേ കവിഞ്ഞ് ഒഴുകി നൽകുന്നതാണ് സ്നേഹമെന്ന്. ഒരു വാക്ക്, ഒരു നോട്ടം, ഒരു താങ്ങ്. വാക്ക്, നോട്ടം, താങ്ങ്. താങ്ങ് എന്ന വാക്ക് പലപ്പോഴും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട, ഒടിഞ്ഞു വീഴാതിരിക്കാൻ ഒരു താങ്ങ്. നമ്മൾ പറയും പലപ്പോഴും, ഞാനൊരു നല്ല താങ്ങ് കൊടുത്തേച്ചാ വന്ന്. ഒറ്റ വാക്കുകൊണ്ട് നമ്മൾ എന്തെല്ലാം മായാജാലം കാണിക്കും. എൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. വെഡിങ് അറ്റ് കാന ടീച്ചസ് us the positive involvement of mother of our Lord. മേരി അവിടെ മകൻ്റെ അടുത്ത് വന്ന് പറയാ, മോനെ നീ അറിഞ്ഞോ, ഇവിടെ വീഞ്ഞില്ല കേട്ടോ, കുറഞ്ഞു. അവരൊരു ക്രൈസിസിലാണ്. അപ്പം മകൻ പറയുന്നു, എൻ്റെ സമയം വന്നിട്ടില്ല. മൈ hour has not come yet. Certain people interpreted that, mother, why are you hijacking the precious time that my Abba Father had set before me? Are you hijacking? No, the time has not yet come. ഞാനാണെങ്കിൽ അവിടെ വെച്ച് ഫുൾ സ്റ്റോപ്പ് ഇട്ട് തിരിച്ചു പോകും. പക്ഷേ ഇവിടെ അമ്മ വിട്ടുകൊടുക്കുന്നില്ല. അമ്മ വിട്ടുകൊടുക്കുന്നില്ല. അവിടെ ചെന്ന് വേലക്കാരോട് പറയുന്നു, അവൻ ആര്? ചിലപ്പോൾ ചൂണ്ടിക്കാണിച്ചു കഴിയും, മോൻ. ഒരു പക്ഷേ അമ്മയ്ക്കും വേലക്കാർക്കും ഈ മോനെ അറിയാം, അല്ലെ അമ്മയ്ക്ക് വേലക്കാരെ അറിയാം, മകനും വേലക്കാരെ അറിയാം. ഫാമിലിയർ ഹോം ആയിരിക്കാം. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അതങ്ങ് ചെയ്തോണം. കുറച്ചുകൂടെ നാടൻ ഭാഷയിലൊന്ന് ഒന്ന് മാറ്റട്ടെ. അവൻ നിങ്ങളോട് എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞാലും നിങ്ങൾ ഗൗനിക്കരുത്, അതങ്ങ് ചെയ്തേക്കണം കേട്ടോ. ഈ അമ്മയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ട് മാറായിരുന്നു. അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു.
അവൻ ചെയ്യുവോ ചെയ്യത്തില്ലയോ എന്ന് എനിക്കറിയത്തില്ല. അവനെ കൊണ്ട് ചെയ്യാൻ പറ്റും. അവനെൻ്റെ രോഗം മാറ്റുമോ മാറ്റത്തില്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അവനെ കൊണ്ടേ മാറ്റാൻ പറ്റൂ. ഡിട്രോണമി ചാപ്റ്റർ 30 അല്ല ഇന്ന് വായിച്ചത്. അവിടെ ഒരു വാക്കുണ്ട്, നിങ്ങൾ യഹോവയുടെ ന്യായപ്രമാണം അനുസരിക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ അവനെ പിന്തുടരുകയും ചെയ്താൽ യഹോവ നിൻ്റെ സ്ഥിതി മാറ്റുമെന്നാണ് മലയാളം. ഹാവ് യു നോട്ടീസ് ദാറ്റ്? നിൻ്റെ സ്ഥിതി മാറ്റുമെന്ന്. അപ്പോൾ മാറ്റുമോ മാറ്റത്തില്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഹീ ഈസ് ദ ഓൺലി വൺ ഹു ക്യാൻ ചേഞ്ച് ഓർ ട്രാൻസ്ഫോം. അവൻ ഈ അഗ്നിച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയോ രക്ഷിക്കത്തില്ലോ എന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവനെ കൊണ്ട് പറ്റും. ചെയ്യുകയോ ചെയ്യത്തില്ലോ എന്നുള്ളതൊന്നും ഞങ്ങൾക്കറിയത്തില്ല. പക്ഷേ അവൻ ചെയ്താലും ഇല്ലേലും അവനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. പറഞ്ഞത് ശദ്രക്, മേശക്, അബേദ്നെഗോ. അമ്മ ഹാസ് ദാറ്റ് കോൺഫിഡൻസ്. ഷീ ന്യൂ ഹർ സൺ. വേദപുസ്തകം ആ അമ്മയെക്കുറിച്ച് പറയുന്ന ഒരു നല്ല വാക്കുണ്ട്, അവൾ സകലതും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. സംഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെവി കൂടെ കേട്ടിട്ട് മറ്റേ ചെവി കൂടെ പോകുന്നതല്ല. ആൻ ഇൻക്രീസിങ് ഇൻ കോൺഫിഡൻസ്. മൈ സൺ ക്യാൻ ഡു, ഹീ ക്യാൻ ട്രാൻസ്ഫോം. ഐ ആം നോട്ട് ഷുവർ വെദർ ഹീ വിൽ ഡു ഓർ നോട്ട്. അതുകൊണ്ടാണ് അവിടെ ഇന്ന് വേലക്കാരോട് പറഞ്ഞു, ഒരു പോസിബിലിറ്റി, അവൻ വന്ന് നിങ്ങളോട് എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞാലും അതങ്ങ് ചെയ്തേക്കണം. ഒന്ന്, ആർ വി കോൺഫിഡൻറ്റ് ഇൻ ദ മൈറ്റി പവർ ഓഫ് അവർ ലോഡ്? ചെയ്യുവോ ചെയ്യത്തില്ല രണ്ടാമത്തെ കാര്യം, പക്ഷെ ചെയ്യാൻ ശക്തനാണ് എന്നുള്ള കോൺഫിഡൻസ്. ആ ഒരു വലിയ വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ? രണ്ടാമത്തെ, ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് ദി സർവൻസ്. അവരോട് യേശു പറഞ്ഞു, അവിടെ കുറേ കൽപ്പാത്രം ഉണ്ടായിരുന്നു, അതിനകത്ത് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ഞാനിത് വായിച്ചപ്പോൾ എൻ്റെ ഒരു കൊച്ച് സ്വഭാവത്തിൻ്റെ രീതി ഞാനൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഒരുപക്ഷെ നിങ്ങൾക്കും അങ്ങനെ ആകാതിരിക്കാം. ദൈവം നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ ഞാൻ ചിന്തിക്കും, ഇതിനകത്ത് എൻ്റെ ഒരു അജണ്ട എങ്ങനെയാണ് കയറ്റി വെക്കേണ്ടത്. ഈ സെർവൻസിനോട് പറഞ്ഞു വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. ചോദ്യമൊന്നും പറയുന്നില്ല. ഇത് നിറച്ചാൽ പകുതി നിറച്ചാൽ മതിയോ, പകുതി വൈകിട്ട് നിറച്ചാൽ മതിയോ, ഇത് ആർക്ക് കൊടുക്കാനാ? ഒന്നുമില്ല. എന്നോട് പറഞ്ഞാൽ ഞാൻ ചോദിക്കുക, ആർക്കാ, എന്തിനാ? വെള്ളം തീർന്നു പോയാലോ? ഇപ്പം എന്തിനാ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യണം? ഇപ്പം എന്തിനാച്ചോ? അതിൻ്റെ ആവശ്യമുണ്ടോ അച്ചോ? അയ്യോ ഇപ്പോഴാണ് സുപ്രസാദകാലം, ഇപ്പോഴാണ് രക്ഷാദിവസം എന്ന് വേദോസം ഓടിച്ച് നോക്കിയിട്ട് അച്ഛനും പറയും. അങ്ങനെ ഉണ്ടോ അച്ചോ? ഞാൻ പ്രസംഗം പ്രിപ്പയർ ചെയ്തപ്പോൾ എന്നെ വല്ലാതെ സ്പർശിച്ചു. ഈ സെർവൻസ് ദേ ലിറ്ററലി ഒബെയ്ഡ്. ചിലപ്പം അവർ വലിയ പഠിത്തമില്ലാത്തവരുണ്ടായിരിക്കും അവർ ഒബേ ചെയ്തത്. നമ്മളൊക്കെ വലിയ പഠിത്തക്കാരാണ്. ആൻഡ് വി ആർ ഇൻ്റലക്ച്വലി ജയൻറ്റ് ഓർ തിങ്ക് ടാങ്ക്സ്, ഇപ്പോഴത്തെ വാക്കുകളാണ് കേട്ടോ. പക്ഷേ കുറേ ഐറ്റപ്പുഴകളുണ്ട്. അവരോടാ ദൈവം പറയാം പോ, അവരങ്ങ് പോവും, എന്തൊന്നും ചോദിക്കുന്നില്ല. ആ അർത്ഥത്തിൽ നോക്കിയാൽ അബ്രഹാം നാടൻ ഭാഷ പറഞ്ഞ ഒരു ഐറ്റപ്പുഴയായിരുന്നു. കൽദേരുടെ ഊരിൽ നിന്ന് ഇനി യു കം ഔട്ട്, ഒന്നും ചോദിച്ചില്ല. സാക്രിഫൈസ് യുവർ സൺ ഐസക്. എനിക്കൊന്ന് സാറായെ കൂടെ കൂട്ടാഞ്ഞത് ചിലപ്പോൾ വിലക്കുമെന്ന് കരുതിയിട്ടായിരിക്കും. അമ്മയല്ലേ, മോനാണ്. മാത്രമല്ല വേലക്കാരനെ താഴെ നിർത്തിയ അവനും ചിലപ്പം കയ്യെ കയറി തടയും. ഗോ ആൻഡ് സാക്രിഫൈ, അങ്ങ് പോവുക. what a gravity of the obedience. ഇന്ന് എനിക്ക്, നിങ്ങൾക്ക്, നമുക്ക്, സഭയ്ക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അനുഭവമാണ് this depth of obedience. When God asks me something to obey, I just add additional agenda to that
ആൻഡ് അവർ ലോർഡ്സ് വിൽ ഈസ് ടോട്ടലി ടേക്കൺ അവേ. ദൈവത്തിന് തൻ്റെ ഇഷ്ടം ഇങ്ങനെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്നവരെ വലിയ ഇഷ്ടമാണെന്നാണ് എൻ്റെ ഒരു ചിന്ത. ഗോ. അപ്പോൾ ചോദിക്കും നമ്മൾ, മോസസ് ചോദിച്ചു, ഞാനിങ്ങനെ പോയി തത്താപുത്ത എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നവന്, നീ പോ, ഞാൻ നിൻ്റെ നാവോട് കൂടെ ഇരിക്കും, അവിടെ ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞോളാം, അല്ലേ? പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഒത്തിരി അജണ്ട കയറ്റുന്നവർ. ഞാനൊരു കൊച്ചു എക്സ്പീരിയൻസ് പറയാം. നമ്മൾ പ്രാർത്ഥിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ആരോടാ? നമ്മുടെ ഫ്രണ്ട് സർക്കിളിനോട് പറയും, നമ്മുടെ പള്ളിയിലച്ഛനോട് പറയും, പ്രയർ വാരിയേഴ്സിനോട് പറയും. ഒരാൾ ഒരു കമ്പനിയുടെ ഒരു വലിയ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഒരു അനുഭവം എന്നോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുക, ഞാനൊരു ക്രൂഷ്യൽ ഗവേണിംഗ് ബോർഡ് മീറ്റിങ്ങിന് പോവുക. അതിനകത്ത് ഐ ഫീൽ ദാറ്റ് ഐ ആം ക്രൂസിഫൈഡ് ഓർ എ കൈൻഡ് ഓഫ് ടോർച്ചേർഡ് ഓർ എന്താ പറയുക, എന്നെ ഇങ്ങനെ വല്ലാതെ ഇത് ചെയ്യും എന്ന് എനിക്ക് തോന്നി. വല്ലാത്ത വിഷമം വന്നു. അത്രയും നാൾ ഈ പുള്ളി ഇദ്ദേഹത്തിൻ്റെ അമ്മ നാട്ടിലുണ്ട്. അമ്മയോടൊന്നും ഇങ്ങനത്തെ കമ്പനി കാര്യങ്ങളൊന്നും പറയാറില്ല. കാരണം അമ്മയ്ക്ക് എന്തോ അറിയാം, വെറും 4ാം ക്ലാസ്സും കഴിഞ്ഞുള്ള അമ്മയ്ക്ക് എന്തോ അറിയാം. പക്ഷേ ഇങ്ങനെ മനസ്സിങ്ങനെ വല്ലാതെ മതിച്ചു. അമ്മയെ വിളിച്ചു, അമ്മ ഞാനിന്നൊരു പ്രധാനപ്പെട്ട മീറ്റിങ്ങിന് പോവുക, അമ്മയൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ, എനിക്ക് വലിയ കോൺഫിഡൻസ് ഇല്ല. കുഞ്ഞെ നീ പയ്ക്കോ, ഞാൻ പ്രാർത്ഥിച്ചോളാം. അമ്മ പ്രാർത്ഥിച്ചത്, ഇദ്ദേഹം ചിലപ്പോൾ ഈ കമ്പനിയുടെ മീറ്റിംഗ്, ഗവേണിംഗ് ബോർഡ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ കുഞ്ഞ് ഏതാണ് മീറ്റിങ്ങിന് പോവുക, എന്താണെന്ന് എനിക്കറിയത്തില്ല, നീ അവനെ കാത്തോണേ. ആഫ്റ്റർ ദറ്റ് മീറ്റിംഗ് ഹി കോൾഡ് അമ്മ ബാക്ക്. അമ്മ, യുവർ പ്രെയർ വാസ് വെരി പവർഫുൾ. അമ്മ കമ്പനി എന്തോന്നറിയത്തില്ല, ഗവേണിംഗ് ബോർഡ് എന്തോന്നറിയത്തില്ല, ഇംഗ്ലീഷ് എന്തോന്നറിയത്തില്ല, തത്തത്താ പിത്തത്ത. പക്ഷേ ദ പ്രെയർ കെയിം ഫ്രം എ ജെനുവിൻ ഹാർട്ട് ടു ദി ഓഥർ ഓഫ് ലൈഫ് with a confidence that he can transform. അതിങ്ങനെ അങ്ങ് ഒഴുകുക. ഇറ്റ്സ് വെരി പവർഫുൾ. ഇതാണ് രണ്ടാമത്തെ കാര്യം. എൻ്റെ ചോദ്യം ഇതാണ്, ആർ യു ആഡിങ് അജണ്ട ഓർ അജൻഡാസ് ടു ഗാഡ്സ് അജണ്ട ഇൻ യുവർ ലൈഫ്? റിക് വാറൻ പറയുന്നത്, ദർ ഇസ് എ പർപ്പസ് ഇൻ യുവർ ലൈഫ്. ദർ ഇസ് എ പർപ്പസ്. Almighty has a purpose. Find out. And you go in line with that. മൂന്നാമത്തെ, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ വിരുന്നുവാഴി ഈ വീഞ്ഞ് രുചിച്ചു നോക്കി. കൊടുത്തവൻ കൊടുത്തത് വെള്ളം, രുചിച്ചവൻ രുചിച്ചപ്പോൾ വീഞ്ഞ്. എപ്പോഴാണ് ഈ പച്ചവെള്ളം വീഞ്ഞായത്? ഒരു ചോദ്യമാണ്. നിറച്ചത് പച്ചവെള്ളം, രുചിച്ചപ്പം നല്ല വീഞ്ഞ്. ഇത് എപ്പോഴാണ് വീഞ്ഞായത്? ഒരു മനുഷ്യൻ എഴുതി, വക്കോളം നിറച്ചത് പകർന്നു കൊടുത്തപ്പോൾ അവിടെ ട്രാൻസ്ഫോർമേഷൻ ഇൻ അബണ്ടൻസ്. അലിഗോറിക്കലാണ് കേട്ടോ, അലിഗോറിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ. വക്കോളം നിറച്ചത് പകർന്നു കൊടുത്തപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഇൻ അബണ്ടൻസ്. അതല്ല ചോദ്യം. വിരുന്നുവാഴി പയ്യനോട്, മണവാളനോട് പറയുന്നു, നീ ആൾ കൊള്ളാലോ, യു ആർ വെരി സ്മാർട്ട്. സാധാരണ ആൾക്കാരുടെ ഈ കളിപ്പേര് പരിപാടിയുണ്ട്. ആദ്യം നല്ലത് കൊടുത്തിട്ട് പിന്നെ, എന്നാൽ നീ ഏറ്റവും ശ്രേഷ്ഠമായത് എവിടെ ഒളിപ്പിച്ചു വച്ചു? നീ ഇപ്പോൾ സെർവ് ചെയ്തത് ദ ബെസ്റ്റ് ജെനുവിൻ ക്വാളിറ്റി വൈൻ. നീ എവിടെ ഒളിപ്പിച്ചു വെച്ചു? പ്രിയമുള്ളവരെ, ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ട്രൂത്ത്. ഒരു ചോദ്യം, ജീവിതത്തിൻ്റെ എൻഡ് വരെ വിശ്വാസത്തിൻ്റെ വീഞ്ഞ അനുഭവം നിനക്ക് അതേപടി നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ, അതോ നീ താഴെ പോകുന്നുണ്ടോ? മടുപ്പിൻ്റെ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. എന്തൊക്കെയാണ് മടുക്കുന്നത്? മടുത്തു എന്ന് പറയുന്നത് ആദ്യം ഭക്ഷണമാണ്.
ജീവിതം മടുത്തു, കുടുംബജീവിതം മടുത്തു, സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം മടുത്തു, ജോലി മടുത്തു, പള്ളി വരുന്നത് മടുത്തു. ഒരു മടുപ്പ്. മടുക്കാനാണോ? മടുത്തു പോകാനാണോ? പ്രയോറിറ്റി സെറ്റ് ചെയ്യേണ്ട സമയമായി. ഞാൻ ഈ പള്ളിയിൽ ആദ്യമായിട്ട് വന്നത് 2019 ഒക്ടോബർ മാസം. ആനുവൽ കൺവെൻഷൻ പ്ലസ് ഫാമിലി സൺഡേ. അന്ന് ഞാൻ പ്രസംഗിച്ചത് ഹീലിങ്ങിനെ കുറിച്ചാണ്. ആദ്യത്തെ ദിവസം ഞാൻ സാം 51 എടുത്തു. രണ്ടാമത്തെ ദിവസം ജർമായ എന്നാണ് പ്രസംഗിച്ചത്. മൂന്നാമത്തത് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നയമാൻ്റെ സൗഖ്യം. ഫൈനൽ ഞാൻ എഫേഷ്യൻസി എന്നാണ് പ്രസംഗിച്ചതെന്ന് തോന്നുന്നു. അന്ന് ഞാൻ ഒരു അനക്ഡോട്ട്, ഒരു ഉദാഹരണം പറഞ്ഞു. ആവർത്തിക്കുക. സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി പ്രീവിയസ് സെഞ്ച്വറിയിൽ ഒരു വലിയ പ്രാർത്ഥനാ മനുഷ്യനാണ്, ഇമാജിനേഷനാണ്. അദ്ദേഹം ദൈവത്തോട് എന്തൊക്കെ ചോദിച്ചു കാണാം? കർത്താവേ, എനിക്ക് പ്രസംഗിക്കാൻ വരം തരണമേ, ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ പോവുകയാണ്, ആത്മാവിനെ നേടാൻ സഹായിക്കണേ, മകന് രോഗം വന്നപ്പോൾ മകനെ സൗഖ്യപ്പെടുത്തണേ, അവൻ മരിച്ചുപോയി, ദുഃഖത്തിൽ നിന്ന് തന്നെ കരകയറ്റണേ, പട്ടിണിയായപ്പോൾ ഭക്ഷണം എന്തെങ്കിലും തരണേ, നാട്ടുകാർ കളിയാക്കിയപ്പോൾ ഇതിൽ നിന്ന് ലോർഡ് ഹെൽപ്പ് മീ ടു കം ഔട്ട് ഓഫ് ദിസ്. എൻ്റെ ഒരു ചിന്ത, എല്ലാ പ്രാർത്ഥനയുടെ അവസാനം കൊച്ചുകുഞ്ഞുപദേശി പ്രാർത്ഥിക്കാൻ സാധ്യതയുള്ള, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്ന് പ്രാർത്ഥിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം, ലോർഡ് ഐ ഹാവ് ആസ്ക്ഡ് ഓൾ ദീസ് തിങ്സ്, പക്ഷെ നിനക്കിഷ്ടമുണ്ടെ തന്നാൽ മതി. എനിക്കൊരു കണ്ടീഷനും ഇല്ല, എനിക്കൊരു ബാർഗെയിനിങ്ങും ഇല്ല, പക്ഷെ ഐ ഡിമാൻഡ് വൺ തിങ്, അത് നീ തരാതെ പോകരുത്. ക്രിസ്ത്യകീർത്തനം ഉണ്ടല്ലോ, ഐ തിങ്ക് 412 പാട്ടുണ്ട്. ആശ്വാസമേ എനിക്ക് ഏറത്തിങ്ങിടുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അവസാനത്തെ വരിയിലേക്ക് വരുമ്പോൾ കൊച്ചുകുഞ്ഞുപദേശി ഇങ്ങനെയാണ് എഴുതുന്നത്: കർത്താവെ, വിശ്വാസപ്പോരിൽ തോൽക്കാതെ വണ്ണം അവസാനത്തോളം എന്നെ നിർത്തണമേ. പാട്ട് ശരിയാണോ? 412 അവസാനത്തെ വരികൾ. ആകാശമേഘത്തിൽ കാഹളനാദത്തിങ്കൽ ഞാനും നിൻ്റെ കൂടെ കാണണമേ. ബാക്കിയെല്ലാം നിനക്കിഷ്ടമുണ്ട് തന്നാൽ മതി. പട്ടിണി കിടന്നോളാം, മോൻ മരിച്ചു, ഞാൻ ദുഃഖം സഹിച്ചോളാം, ഭാര്യ പിണങ്ങി, ഞാൻ സഹിച്ചോളാം, എനിക്കൊന്നുമില്ല, ഞാൻ സഹിച്ചോളാം, രോഗം വന്നു, കർത്താവെ സൗഖ്യപ്പെടുത്തിയാൽ നല്ലത്, പക്ഷെ ഞാൻ സഹിച്ചോളാം, പക്ഷെ ഇത് നീ തരാതെ പോകരുത്. കർത്താവെ, വിശ്വാസപ്പോരിൽ ഞാൻ തോറ്റു പോകരുത്. ആകാശമേഘത്തിൽ കാഹളനാദത്തിങ്കൽ എന്നെയും കാണണം. എന്തുകൊണ്ടാണ് പറഞ്ഞെന്നറിയോ? ശ്രേഷ്ഠമായ വീഞ്ഞിൻ്റെ അനുഭവം ശേഷിപ്പിച്ചത്. ഞാൻ ബൈബിൾ അങ്ങ് അടച്ചു. ഇനി വെളിപാട് പുസ്തകം 7-ാമത്തെ അധ്യായം വായിക്കണം. അവിടെ ഇറ്റേണൽ വർഷിപ്പിനെ കുറിച്ചാണ്. അവിടെ രക്ഷ ദൈവത്തിൻ്റെ ദാനം എന്ന് പറഞ്ഞുകൊണ്ട് അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മുമ്പിൽ എണ്ണിക്കൂടാതെയുള്ള മനുഷ്യർ കയ്യിൽ കുരുത്തോല പിടിച്ചുകൊണ്ട് രക്ഷ ദൈവത്തിൻ്റെ ദാനം എന്ന് പറഞ്ഞ് ആർപ്പിടുന്ന വലിയ അനുഭവം. പാട്ടുകാരനൊരു പാട്ടിൽ ചോദിക്കുന്നുണ്ട്, നമ്മളോടാ ചോദിക്കുന്നത്, എന്നെയും കാണുമോ, എന്നെയും കാണുമോ, എന്നെയും കാണുമോ ചൊല്ലൻ മനമേ. അതിൽ നിന്ന് മനസ്സിലാക്കിയ ഉപദേശി പറയുക, കർത്താവെ, മൈ അൾട്ടിമേറ്റ് പ്രയർ ഇസ് ദിസ്, I should be in front of your throne of grace when the Holy Trinity is seated with all glory. ആമേൻ പറയാവോ? ആമേൻ പറയാവോ? ഇതെല്ലാം അഴിയും കേട്ടോ, ഇതെല്ലാം അഴിഞ്ഞു പോവും. പക്ഷേ ആ വലിയ തേജസ്സിൻ്റെ മുമ്പിൽ, പ്രാണനാഥൻ്റെ മുമ്പിൽ നമ്മളെ തേജസ്സിൻ്റെ കിരീടം ധരിപ്പിക്കുന്ന ഒരു ബ്ലെസ്സഡ് മൊമെൻ്റ് ഉണ്ട്. അതുകൊണ്ട് അത് മനസ്സിലാക്കിയ പൗലോസ് അപ്പോസ്തലൻ ചലഞ്ച് ചെയ്യുകയാണ്. ഹേ മരണമേ, നിനക്കെന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഹേ മരണമേ, നിൻ്റെ ജയം എവിടെ? ഹേ മരണമേ, നിൻ്റെ വിഷമുള്ളവിടെ? സോ ടെൽ മീ ദ ബെസ്റ്റ് വൈൻ എക്സ്പീരിയൻസ് ഇൻ മൈ ഫെയ്ത്ത് ലൈഫ്. കാനാവിലെ കല്യാണത്തിൽ നിന്ന് ഞാൻ പഠിക്കുന്നത് എന്താ? ഇനിയും ഈ ലഹരിയുടെ വഴി പോകാമെന്നാണോ? അല്ല. ഒന്ന്, when we feel that our life is in crisis or our fellow believers' life in crisis, don't give up.
Our Lord is powerful. He may show another pathway to fulfill. 2, when God asks you something, don't add our own agendas into this. Rather, just listen and obey. 3, the very mission of our life is to keep that genuine wine experience till the end. പ്രാർത്ഥിക്കാം. I request Mr. Ransi Chako to lead us in prayer.